9 മാസം തികഞ്ഞ ഗർഭിണിയടക്കം 157 ഫലസ്തീനികൾ ജോഹന്നാസ്ബർഗിലെ OR ടാംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നു. മതിയായ യാത്രാരേഖകളില്ല, പ്രാദേശിക വിലാസമോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ഇവരുടെ കൈവശമില്ല. ആരാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഏർപ്പാടാക്കിയത് എന്നതിലടക്കം ദുരൂഹത. ദക്ഷിണാഫ്രിക്കൻ അധികൃതർ 12 മണിക്കൂറോളം നേരം വിമാനത്താവളത്തിൽ ഇവരെ തടഞ്ഞുവെച്ചു. ഫലസ്തീൻ രാഷ്ട്രത്തിനായി ശബ്ദമുയർത്തുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്നിരിക്കെ ഫലസ്തീനുകളോടുള്ള അധികൃതരുടെ ഈ സമീപനം വ്യാപക വിമർശനങ്ങൾക്കിടയാക്കി. 2 ആഴ്ചക്കിടെ ഫലസ്തീനുകളെയും കൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ വന്നിറങ്ങുന്ന രണ്ടാമത്തെ വിമാനമായിരുന്നു ഇത്. ആരാണ് ഇവരെ ഫലസ്തീനിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നത്? എങ്ങനെയാണ് ഇവർ ഈ യാത്ര തുടങ്ങിയത്? ദുരൂഹതകൾ ഒഴിയാതിരിക്കെ ഫലസ്തീൻ അതോറിറ്റി ഒരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നു. കുടിയേറ്റ ഏജന്റുമാരെ സൂക്ഷിക്കണം. അവർ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യക്കടത്തിന്റെയും വംശീയ ഉന്മൂലനത്തിന്റെയും ഭാഗമാണിതെന്നും ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസയുടെ 360 കിലോമീറ്റർ ഭൂപ്രദേശം ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാണ്. അനിശ്ചിതമായ ഒരു സമാധാന കരാർ നിലവിലുണ്ടെങ്കിലും ഫലസ്തീനുകളെ ഗസയിൽ നിന്ന് സ്വമേധയാ കുടിയിറക്കാനുള്ള പദ്ധതികൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടപ്പിലാക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വംശീയ ഉന്മൂലനമാണിതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ കോർഡിനേറ്റർ ഓഫ് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദി ടെറിട്ടറീസ് അഥവാ കോഗാറ്റ് ഗസ നിവാസികൾക്ക് 3ാം രാജ്യത്തിന്റെ അനുമതിയോടെ പുറത്തേക്ക് പോകാനുള്ള അനുവാദം നൽകുന്നുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം 40,000 ഫലസ്തീനുകൾ ഇങ്ങനെ ഗസ വിട്ടു പോയിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ പോയവരിൽ പലർക്കും അവരുടെ ഭൂമിയും സമ്പാദ്യവും ഉപേക്ഷിക്കേണ്ടി വന്നു. സ്വന്തം മണ്ണ് വിട്ട് അജ്ഞാത ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത്. ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ആ ഭൂമി ശൂന്യമാക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയിലേക്കാണ് മനുഷ്യാവകാശ സംഘടനകൾ വിരൽ ചൂണ്ടുന്നത്. ഇതിനായി ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളാണ് ഇതെന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള ഫലസ്തീനുകളുടെ വരവ് ഈ ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ്. 2025 നവംബർ 13 രാവിലെ ജോഹന്നാസ്ബർഗിലെ OR ടാംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 157 ഫലസ്തീനുകളാണ് വന്നിറങ്ങിയത്. കെനിയയിലെ നൈറോബി വഴിയാണ് ഇവർ ഇവിടേക്ക് എത്തിയതെന്നാണ് വിവരം. യാത്രാരേഖകൾ കൈവശം ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ടിൽ ഇസ്രായേലിന്റെ എക്സിറ്റ് സ്റ്റാമ്പ് പോലുമില്ല. വിമാനം ഇറങ്ങിയതിനു ശേഷമാണ് എത്തിയത് സൗത്ത് ആഫ്രിക്കയിലാണെന്ന വിവരം അവരറിയുന്നത് തന്നെ. ഭക്ഷണം പോലും ഇല്ലാതെയാണ് കുഞ്ഞുങ്ങളടക്കം ഈ വിമാനത്തിൽ ഇരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ശരിയായ രേഖകൾ ഇല്ലാത്തതിനാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്കൻ അധികൃതർ ഇവരെ 12 മണിക്കൂർ നേരം വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചു. രാജ്യത്ത് ഇവർ എത്ര കാലം തങ്ങുമെന്ന് വ്യക്തതയില്ലാത്തതിനാലാണ് അനുമതി നിഷേധിച്ചതെന്ന് ദക്ഷിണാഫ്രിക്കൻ കുടിയേറ്റകാര്യ അതോറിറ്റി പിന്നീട് പ്രസ്താവനയിൽ അറിയിക്കുന്നുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ ദക്ഷിണാഫ്രിക്കൻ ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടു. 130 പേർക്ക് 90 ദിവസത്തെ വിസ നൽകി രാജ്യത്ത് പ്രവേശിപ്പിച്ചു. 23 പേരെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിയതായാണ് വിവരം. ദക്ഷിണാഫ്രിക്കൻ മാനുഷിക സഹായ സംഘടനയായ ഗിഫ്റ്റ് ഓഫ് ദി ഗിവേഴ്സ് ഈ കാലയളവിൽ ഇവർക്ക് താമസ സൗകര്യം ഒരുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഫ്ലൈറ്റ് ആണ്. ഒക്ടോബർ 28-ന് 176 ഫലസ്തീനുകളുമായി വന്ന വിമാനത്തിലും സമാന ദുരൂഹതകളായിരുന്നു ഉണ്ടായിരുന്നത്. വിമാനം ചാർട്ടർ ചെയ്തത് ആരാണെന്ന് ആർക്കും അറിയില്ല. ഇസ്രായേലുമായി ബന്ധപ്പെട്ട അൽ മജിദ് എന്ന സംഘടനയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഗിഫ്റ്റ് ഓഫ് ദി ഗിവേഴ്സിന്റെ സ്ഥാപകൻ ഇംതിയാസ് സുലിമാൻ പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയത്. കുടിയേറ്റ ഏജന്റുമാരെയും മനുഷ്യ വ്യാപാര നെറ്റ്വർക്കുകളെയും സൂക്ഷിക്കണം. അനധികൃതമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഏജന്റുമാർക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ സംഘടനകൾ ഇസ്രായേലിന്റെ താൽപര്യപ്രകാരം ഫലസ്തീനികളെ വഞ്ചിച്ച് വീട് വിട്ടുപോകാൻ പ്രേരിപ്പിക്കുകയാണെന്നും മുന്നറിയിപ്പിലുണ്ട്. അൽ മജിദ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വഞ്ചനാപരമായ ഒരു സംഘടനയാണ്. ഗസയിലെ ദുരിതങ്ങളെ പ്രയോജനപ്പെടുത്തി ജനങ്ങളിൽ നിന്ന് പണം വാങ്ങി യാത്ര ക്രമീകരിച്ച് പിന്നീട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നതാണ് ഇവരുടെ രീതി. ഒരാളിൽ നിന്ന് $1,400 മുതൽ $2,000 വരെ പണം ഈടാക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഏജൻസി വഴി ഏതെങ്കിലും രാജ്യത്തെത്തുന്നവർ അവിടെ കുടുങ്ങി പോവുകയാണ് ചെയ്യാറ്. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടതും അത് തന്നെയാണ്. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഗസയിൽ നിന്ന് കഴിയുന്നത്ര ഫലസ്തീനുകളെ മാറ്റാൻ ആവർത്തിച്ച് ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളുമായും ഇത് സംബന്ധിച്ച് ചർച്ചകളും നടന്നു കഴിഞ്ഞു. നിലവിലെ ട്രാൻസിറ്റ് പദ്ധതിയുടെ നടപടികൾ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുൻപ് തന്നെ പ്രവർത്തിച്ചിരിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത്തരം ഫ്ലൈറ്റുകൾ നടത്തുന്ന കമ്പനികളെ കുറിച്ച് ഗൂഢവാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതുമാണ്. മറ്റുള്ളവരുടെ ദുരിതത്തിൽ നിന്ന് പണമുണ്ടാക്കുന്ന ആശയമാണിതെന്ന് എഴുത്തുകാരനായ ആന്റണി ലോൺസ്റ്റൈൻ പറയുന്നു. ഇസ്രായേൽ സർക്കാരിലെ പല മന്ത്രിമാരും ജനങ്ങളും ഗസയിൽ ഒരു ഫലസ്തീന് പോലും അവശേഷിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ദൗത്യം അതിന്റെ ഭാഗമാണെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗസയിൽ നിന്ന് നൈറോബി വഴി ആളുകൾ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ അറിയിച്ചു.
യുദ്ധബാധിതരായവരെ കരുണയോടെ സ്വീകരിച്ചിട്ടുണ്ട്. ബോർഡർ മാനേജ്മെന്റ് അതോറിറ്റി അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. സിവിൽ സൊസൈറ്റികൾ ഗസയിലെ ദുരിതങ്ങളും യാത്രാപാതയും അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. ഈ രഹസ്യയാത്രയ്ക്ക് വഴിയൊരുക്കുന്നത് ഇസ്രായേലാണോ? ഇങ്ങനെ കൊണ്ടുപോയി ഫലസ്തീനികൾ ഏതൊക്കെ രാജ്യത്താണ് ഇപ്പോഴുള്ളത്? അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുമെന്നാണ് പ്രതീക്ഷ.